കറണ്ട് ബില്ല് വന്നു. ഷോ എന്റെ ദൈവമേ, 3285 രൂപയോ? ടി വി ഓണാക്കി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുവാ. കറണ്ട് ബില്ല് വന്നേക്കുന്നു. കറണ്ട് ബില്ല് 3285 രൂപ. എന്തിനാ ഞെട്ടുന്നത്? ഇതെല്ലാം ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കും. അത് ശരി, ഇത് കണ്ടോണ്ടിരുന്നപ്പോ ഞാനൊന്ന് ഉറങ്ങിപ്പോയെന്ന് വിചാരിച്ചു. ഇപ്പൊ കുറ്റമല്ല എന്റെ ഇല്ലയോ? പിന്നല്ലാതെ എന്റെ കുറ്റമാണോ? ഇനി അടുക്കള, ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ, മിക്സി ഇതെല്ലാം ആരാ ഉപയോഗിക്കുന്നത്? ലൈറ്റോ ഫാനോ ഇവിടെ തേരാ പാറ കിടന്ന് ആരേലും ഓഫ് ചെയ്യൂ? പിന്നല്ലാതെ ആരാ ഓഫ് ആക്കുന്നത്? ഞാനല്ലാതെ. നീ ചെയ്ത് ഇങ്ങനെ പോയത് എവിടെ ചെന്ന് നിൽക്കാന്? നീ എല്ലാം കൂടെ കടം കയറ്റി മുടിപ്പിക്കും. ഞങ്ങളെന്തോ ചെയ്തിട്ടാ? നിങ്ങളൊന്നും ചെയ്തില്ല. ഞാൻ നോക്കട്ടെ ഇനി ഈ വീട്ടിലെ ചെലവ് കുറയ്ക്കാൻ പറ്റുമെന്ന്. നോക്ക്. നോക്കും. വേണ്ട, ഇത് ആർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇട്ടേക്കുവാ. ഒട്ടുച്ചേ ഫാനൂട്ടോണ്ട് കിടക്കുവാ. ഇനി മുതൽ രാവിലെ 6 മണിക്ക് ഞാൻ ഫാൻ ഓഫ് ആക്കും കേട്ടോ. പറഞ്ഞേക്കാം. ഇൻഡക്ഷൻ കുക്കറിലെ വെള്ളം തിളപ്പിക്കത്തുള്ളൂ. വേണേ അടുപ്പിൽ പോയി കത്തിച്ചാൽ മതി. ഒറ്റ തവണ അല്ലാതെ ഇനി മോട്ടർ ഓൺ ചെയ്തേക്കും. ഇത് വെച്ച് തേച്ചാ മതി. അതെന്തിനാ ഓഫ് ചെയ്യുന്നത്? വെളിയിലത്തെ ഒരു ലൈറ്റെങ്കിലും ഇട്. നീ പുറത്തോട്ടൊന്ന് നോക്കിയേ, വേറെ ആരെങ്കിലും ലൈറ്റ് വല്ലതും ഇട്ടിട്ടുണ്ടോ? പിന്നെ നമ്മളെന്തിനാ ഇടുന്നത്? രാത്രിയിൽ ആരെങ്കിലും കയറി വന്നാൽ അറിയുമോ? രാത്രി ആരെങ്കിലും വരുവാതെ തപ്പിത്തടഞ്ഞ് കയറി വന്നാൽ മതി. കറണ്ട് ചാർജ് അടയ്ക്കുന്നതേ ഞാനാ. നീ പോയി കിടന്നാട്ടെ. ഇല്ലെങ്കിൽ മൊത്തം ലൈറ്റും മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യും. പറഞ്ഞേക്കാം. അയ്യോ, എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? അയ്യോ, കഴിഞ്ഞ ആഴ്ച മേടിച്ച ചെരുപ്പ് അതാ പൊട്ടിച്ച് കടിച്ച് കീറി ഇട്ടേക്കുന്നു. ചെരുപ്പ്. അയ്യോ, നിന്റെ ഒറ്റ എന്തി ഫോണ്ട് കടിച്ചു കീറിയിട്ടേക്കുന്നു. എന്റെ 3500 രൂപയുടെ ലീ കൂപ്പറിന്റെ ചെരുപ്പ്. ലീ കൂപ്പ് ഞാൻ അന്നേരേ പറഞ്ഞതാ ലൈറ്റ് ഓഫ് ചെയ്യല്ലേന്ന്. പട്ടി, എന്നെ എങ്ങനെ വല്ലതും വിളിച്ചോണ്ടല്ലോ. നിന്നെ അല്ലടി പട്ടി. എടി, ഈ നശിച്ച പട്ടി കാരണം ജീവിക്കാൻ പറ്റത്തില്ലെന്ന്.